എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 19 ശ്ലോകം 15-16 രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് നോക്കാം. ഈ രണ്ട് ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 19ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവാൻ ഈശ്വരൻ തന്നെയാണ്, ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ ഈശ്വരൻ തന്നെയാണെന്ന് ഇപ്പൊ അവർക്ക് ഗോപന്മാർക്ക് ശരിക്കും ബോധ്യായി. ഇതിനു മുമ്പ് അവരിങ്ങനെ പരസ്പരം പറയും, ഇത് ഈശ്വരൻ തന്നെയാണോ നമ്മുടെ കണ്ണൻ? അവരുടെ കൂടെ കളിക്കുമ്പോ അവർക്ക് ഈശ്വരനാണെന്നൊന്നും തോന്നണില്ല. എന്നാലോ ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ കാണിക്കുമ്പോ അപ്പൊ അവർക്ക് തോന്നും ഈശ്വരനാണ്. കുറച്ച് കഴിയുമ്പോ അതൊക്കെ ഭഗവാന്റെ മായ തന്നെയാണ്, അവരെ കൊണ്ട് അതൊക്കെ മറപ്പിക്കും അല്ലെ. അല്ലെങ്കിൽ അവരുടെ ഈശ്വരനാണെന്ന് തന്നെ അവരുടെ ഉള്ളിൽ തോന്നിയാൽ പിന്നെ ഭഗവാന്റെ ഒപ്പം കണ്ണന്റെ ഒപ്പം കളിക്കാൻ അവർക്ക് പറ്റുമോ? അപ്പൊ ഇല്ല. അത് കാരണം ഇടയ്ക്ക് തോന്നുമെങ്കിലും പിന്നെ അതൊക്കെ മായയിൽ അങ്ങോട്ട് പെട്ടിട്ട് അവരതൊക്കെ മറക്കും ഗോപന്മാര്. അങ്ങനെ തന്നെയാണ് യശോദയ്ക്ക് എത്ര അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ യശോദ അതെല്ലാം മറക്കും. എന്റെ ഉണ്ണി, എന്റെ കണ്ണൻ എന്ന് മാത്രമേ തോന്നുള്ളൂ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 15. ഗാ സന്നിവർത്തിയ സായാഹ്നേ സഹരാമോ ജനാർദ്ദന വേണും വിരണയൻ ഗോഷ്ഠം അകാൽ ഗോപീരഭിഷ്ടുത. അങ്ങനെ രാമകൃഷ്ണന്മാര് ഗോപന്മാരോട് കൂടിയിട്ട് സന്ധ്യയായപ്പോ ആ പശുക്കളെ തിരിച്ചാട്ടിക്കൊണ്ട് ഗോകുലത്തിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പോകുമ്പോ ഗോപന്മാര് 4 ഭാഗത്ത് നിന്ന് അന്ന് ഭഗവാൻ കാട്ടിയ അത്യാശ്ചര്യകരമായ ലീലകളെ കുറിച്ച് ഇങ്ങനെ പാടുണ്ട്, സ്തോത്രം ചെയ്യണു. നമ്മുടെ കൃഷ്ണൻ എന്തൊക്കെ ആശ്ചര്യം അത്ഭുതങ്ങളാ കാണിച്ചത്. അവരിങ്ങനെ പാടുണ്ട്, അവര് സ്തോത്രം ചെയ്യണുണ്ട്, സ്തുതിക്കുന്നുണ്ട് കണ്ണനെ എന്നാ പറയണത്. അവർക്ക് തന്നെത്താനങ്ങനെ തോന്നുക ആ കീർത്തനങ്ങളൊക്കെ. ഭഗവാൻ എന്ത് ചെയ്തു? ഇതാ ഞാൻ വരണു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ശബ്ദ ബ്രഹ്മാനന്ദരസത്തെ വേണുവിൽ കൂടി ഇങ്ങനെ സർവത്ര വ്യാപിപ്പിച്ച് തന്റെ ഭക്തന്മാരെ അനുഗ്രഹിച്ചും കൊണ്ട് സഞ്ചരിച്ചു. ആ വേണു ഇങ്ങനെ മധുരമായിട്ട് ഇങ്ങനെ വേണുനാഥം പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങനെയാണ് കണ്ണൻ അങ്ങനെ സഞ്ചരിക്കണത്. അപ്പൊ ഇവർക്ക് ഇങ്ങനെ അത് കേൾക്കാം. അതാണ് പറയണത്. ഇതില് പറയണു, ധ്യാനയോഗം അഭ്യസിച്ചവർക്ക് ഈ പരമാർത്ഥ അനുഭവമായിരിക്കും. എന്താന്ന് വെച്ചാൽ സർവപ്രപഞ്ച സ്മരണയും ചിത്തത്തിലങ്ങനെ ധ്യാനിച്ചിരിക്കുമ്പോ, ചിത്തത്തിലങ്ങനെ ലയിക്കുമ്പോ, അങ്ങനെ ധ്യാനത്തിന്റെ അഗാധതയിലേക്ക് അങ്ങനെ പോകുമ്പോ ചിത്തം അങ്ങനെ സത്വമായിട്ട് ഭവിക്കും. അപ്പൊ ആനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചിത്താന്തർഭാഗത്തില് സ്വയം അങ്ങനെ അവരുടെ ഉള്ളിൽ പ്രത്യക്ഷപ്പെടും. അതിനു മുമ്പാണ് ആദ്യം അവർക്ക് എന്താ ഉണ്ടാവുക? ദാദാനുസന്ധനം. അങ്ങനെ ധ്യാനിച്ച് ഭഗവാനെ തന്നെ ധ്യാനിച്ച് ഏകാഗ്രമായിട്ട് ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു വേണുനാഥം, മധുരമായിട്ടുള്ള ഒരു വേണുനാഥം അവരുടെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങുന്ന പറഞ്ഞു. ധ്യാനത്തിലിരിക്കുന്നവരുടെ എങ്ങനെയാണ് അതിനെ വർണ്ണിക്കേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത, ഇന്ന വിധം എന്ന് പറയാൻ സാധിക്കാത്ത ഒരു മനോഹരനാദം അന്തർഭാഗത്തില് അങ്ങനെ കേൾക്കുന്നു. ഭഗവാന്റെ ആ വേണുനാഥം ആദ്യം അത് കേൾക്കും. അങ്ങനെ ആ നാദ ധാരയിലിങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഭഗവത് സ്വരൂപം അനുഭവിച്ചറിയാൻ അവർക്ക് സാധിക്കും. അതിലിങ്ങനെ ലയിക്കുമ്പോൾ ഭഗവാന്റെ സ്വരൂപം ഉള്ളിലിങ്ങനെ തെളിഞ്ഞു വരും. ഇപ്പൊ എന്താ? അതുകൊണ്ട് കൃഷ്ണനെ കാണുന്നതിന് മുൻപ് തന്നെ കൃഷ്ണഭക്തന്മാർക്ക് വേണുനാഥം കേൾക്കാം എന്ന രഹസ്യം ഭഗവാൻ വ്യാസമഹർഷി അങ്ങനെ സൂചിപ്പിച്ചിരിക്കുകയാണ്. പല സന്ദർഭത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പശ്യന്തി എന്ന നാദം അനുസന്ധാനം ചെയ്യുന്ന യോഗീശ്വരന്മാരുടെ അവരുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നതെല്ലാം സത്യമായിട്ട് ഭവിക്കും എന്നാണ് യോഗശാസ്ത്ര സിദ്ധാന്തം. അപ്പൊ മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്?
ഈ നാദം നമ്മളിപ്പോ ഒരു മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഈ വേണുനാദം മ്യൂസിക് ഉണ്ടല്ലോ, ഇത് ഫ്ലൂട്ട്, അതിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ധ്യാനം ചെയ്യുകയാണെങ്കിൽ വളരെ ഏകാഗ്രത കിട്ടും ശരിക്കും. അത് യോഗാഭ്യാസം മെഡിറ്റേഷന്റെ സമയത്ത് പലരും അങ്ങനെ ചെയ്യാറുണ്ട്. അതിങ്ങനെ അതിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ച് ശ്വാസത്തിൽ ശ്രദ്ധിക്കണു, കുറച്ച് കഴിയുമ്പോൾ ശ്രദ്ധ ഈ ഇതിലേക്ക് പോകും, വേണുനാദത്തിലേക്ക്. അപ്പോൾ ഏകാഗ്രത, പിന്നെ ചിന്തകളൊന്നും വരില്ല. അതാണ് ഇപ്പോൾ ധ്യാനം കൂടുതൽ ഏകാഗ്രതയിലേക്ക് മെഡിറ്റേഷൻ ഡീപ്പായിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. ഗോപീനാം പരമാനന്ദാസിൽ ഗോവിന്ദ ദർശനേ ക്ഷണം യുഗശതമിവ യാസാം യേന വിനാഭവൽ. പരമാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ കണ്ടപ്പോ യശോദ തുടങ്ങിയിട്ടുള്ള മറ്റുള്ള ഗോപസ്ത്രീകൾക്കൊക്കെ പരമാനന്ദം സംഭവിച്ചു എന്നാ പറയുന്നത്. ആ പരമാനന്ദം എങ്ങനെയാ, ഇന്ന വിധത്തിലാണ്, ഞങ്ങൾക്ക് എങ്ങനെയാ അവരുടെ ഉള്ളിൽ ആ ആനന്ദം ഉള്ളതെന്ന് അവർക്ക് ആർക്കും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അതിനു മുമ്പുള്ള അത്രയും ദുഃഖം അവര് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ദുഃഖം അനുഭവിക്കുമ്പോഴല്ലേ ആ ആനന്ദത്തിന്റെ മഹിമ കൂടുതൽ സ്പഷ്ടാവുക. ആ ഭഗവാനെ ഒരു നിമിഷം പോലും കാണാതെ അവർക്ക് ജീവിക്കാൻ വയ്യ. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് അവര് ഇരിക്കണത്, ആ ഗോപസ്ത്രീകള്. യശോദയുടെ കാര്യം, കണ്ണൻ ഇങ്ങനെ കാട്ടിലേക്ക് പോകുമ്പോഴുള്ള ഒരു വേദന യശോദയുടെ പോലെ തന്നെയാണ് ആ ഗോപസ്ത്രീകൾക്കും. ആ ഞൊടി സമയം, ക്ഷണം യുഗശതമിവ. അത് ഇതിനു മുമ്പ് രാസക്രീഡയില് ഭഗവാൻ അപ്രത്യക്ഷനായപ്പോ ഗോപസ്ത്രീകള് ആ ഗോപിക ഗീതത്തില് അവര് പാടുണ്ടല്ലോ അല്ലെ, അടതിയൽ ഭവാനന്യകാനനം ത്രുടി യുഗായതേ ത്വാം അപശ്യതാം. ഒരു ക്ഷണം, യുഗം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഭഗവാന്, അവിടുത്തെ കാണാതെ ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യ എന്ന് അവര് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോ ആ ഞൊടി സമയം അനേക യുഗം എന്ന പോലെയായിട്ട് അത്രയും ദീർഘമായിട്ടാണ് തോന്നണത് അവർക്ക്. അത്ര കഠോരമായിട്ട് അനുഭവിച്ചിരുന്ന ആ ദുഃഖം മുഴുവനും കണ്ണനെ അത് കണ്ടപ്പോ, ശ്രീകൃഷ്ണ സന്ദർശനത്താൽ അപ്പൊ എല്ലാം കൊണ്ട് തീർന്നു. പിന്നെ പരമാനന്ദം അനുഭവമായി. അപ്പൊ ഈ യോഗധാരണ കൊണ്ട് ആ നാദാനുസന്ധാനമില്ലാതിരുന്ന ആ സമയത്ത് ക്ഷണകാലം പോലും ദുഃഖഭൂയിഷ്ടമായിരിക്കും. നാദശ്രവണം ഉണ്ടായാൽ ഇന്ദ്രിയവൃത്തികളൊക്കെ ആനന്ദത്തിൽ ലയിക്കും. അതിങ്ങനെ ഉള്ളില് ഭഗവാന്റെ ആ നാദം, മധുരനാദം മുഴങ്ങാതിരിക്കുന്നിടത്തോളം കാലം ദുഃഖം തന്നെയാവും. അതങ്ങോട്ട് വന്നു കഴിഞ്ഞാലോ പിന്നെ പരമാനന്ദായി, ആനന്ദത്തിൽ എന്നും ആനന്ദത്തിലിരിക്കാം സൂചിപ്പിക്കണത് വ്യാസമുനി. ഇതി ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ദാവാഗ്നിപാനം നാമ ഏകോനവിംശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 19ാമത്തെ അധ്യായം ശ്രീ ഗുരുവായൂരപ്പന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.